ഞാനും സലിയ ഒരിക്കലും ഡിവോഴ്സ് ആയി എവിടെ സലിയ പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക? ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. സിലു ടോക്ക് സൽഹ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഗഫൂർ ഖാൻ ദോസ്ത് റീസെന്റ് ആയിട്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചിരുന്നു. പുള്ളി ഷെഡ്യൂൾ ചെയ്തൊരു വീഡിയോ വെച്ചിട്ടുണ്ടായിരുന്നു. റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ആളുകൾക്ക് മാസ് മറുപടിയായിട്ട് ഗഫൂർ ഖാൻ അങ്ങനൊരു ടൈറ്റിലാണ് കൊടുത്തായിരുന്നിട്ടുണ്ടായിരുന്നത്. ആൻഡ് ഈ ഒരു വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ കുറച്ച് രസമുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയാണ്. കാര്യം എന്ന് വെച്ചാൽ പുള്ളി ഭയങ്കര ഒരു ചാരിറ്റി പ്രവർത്തകനായിട്ടുള്ളൊരു നന്മവരമാണ് സുഹൃത്തുക്കളെ, സീരിയസ്ലി. ഓക്കെ, പുള്ളി മറ്റേ ആ ഒരു ഊഞ്ഞാലൊക്കെ വില കുറച്ച് വിറ്റിട്ട് തിരിച്ച് ഗൾഫിൽ കയറി പോകാനൊക്കെ ഉണ്ട് പ്ലാൻ ചെയ്തിരിക്കുകയല്ലോ. അപ്പം അങ്ങനെ ഈ ഊഞ്ഞാലൊക്കെ വാങ്ങാൻ കുറേ ആൾക്കാർ വിളിച്ച കൂട്ടത്തിൽ മറ്റൊരാൾ വിളിച്ച് പുള്ളിയുടെ അടുത്ത് കുറച്ച് ദുരിതങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ പുള്ളി ചെയ്യുന്നൊരു സഹായം കൂടെ ഉണ്ട്, നമുക്ക് എന്താണെങ്കിലും ഒന്ന് കേൾക്കാം. ഒരുപാട് ആൾക്കാർ എന്നെ ഊഞ്ഞാലൊക്കെ വേണ്ടി വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലൊരു ഉമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അവര് മാനിക്ക് ഊഞ്ഞാല ഭയങ്കര ആഗ്രഹമാണ്, ഊഞ്ഞാല വേണം വേണ്ടിട്ട്. പക്ഷെ എൻ്റെ കയ്യിൽ കാശില്ല, എൻ്റെ ഭർത്താവില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ വളരെ വഴിമുട്ടി നിൽക്കുകയാണ്. അപ്പൊ ഇങ്ങനെ ഊഞ്ഞാല വാങ്ങിക്കാൻ കാശില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, നിങ്ങൾ വന്നോളൂ, ഞാൻ നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ഊഞ്ഞാല തരാം, കുഴപ്പമില്ല. എനിക്ക് ഒരു കാര്യങ്ങളൊക്കെ അന്വേഷിച്ചപ്പോൾ നമുക്ക് തോന്നി ഫ്രീ ആയി കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ആദ്യം ഊഞ്ഞാലപ്പോൾ അവർ വന്നു. അത് വല്ലാത്തൊരു തരം ചാരിറ്റി ആയിപ്പോയി അല്ലേ സുഹൃത്തുക്കളെ. കാര്യം ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരാളാണ്, ഭർത്താവില്ല, പൈസ ഒന്നുമില്ല, അങ്ങനെ വഴിമുട്ടി നിൽക്കുന്ന ഒരാൾക്ക് ഊഞ്ഞാൽ കൊടുത്ത് സഹായം ചെയ്യാന്ന് പറയുമ്പോൾ അത് ലോകത്തിലേക്ക് തന്നെ ഏറ്റവും മഹത്തരമായിട്ടുള്ളൊരു ചാരിറ്റി തന്നെയാണ്. കാരണം ആ ഒരു ഊഞ്ഞാലിൽ ആടിക്കൊണ്ട് നിൽക്കുമ്പോൾ നമുക്ക് ആകാശത്തുനിന്ന് താഴോട്ട് പൈസ ഇങ്ങനെ ഇറ്റിറ്റായിട്ട് വീഴുന്ന ഒരു മാന്ത്രികത അല്ലെങ്കിൽ മാന്ത്രിക ശക്തിയുള്ള ഒരു ഊഞ്ഞാൽ തന്നെയാണ് പുള്ളി ആ ഒരു സഹായമായിട്ട് ചെയ്തത്. അത് ഫ്രീ ആയിട്ട് കൊടുത്തു എന്ന് പറയുമ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോഴും വിധവയായിട്ടുള്ളൊരു സ്ത്രീ അവർക്ക് അത്രയും വലിയൊരു സഹായം ചെയ്തു എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വലിയ വീമ്പിളക്കുന്ന ഈ മനുഷ്യൻ തൊട്ടിപ്പുറത്തെ പുള്ളിക്കൊരു വൈഫുണ്ട്, അല്ലെങ്കിൽ ഇന്നലകളിൽ വൈഫായിരുന്ന ആ ഒരു വ്യക്തി ഒറ്റയ്ക്ക് ഇന്ന് ആ കുട്ടികളെ നോക്കിക്കൊണ്ട് ജീവിക്കുകയാണ്. അപ്പം ആ ഒരു വ്യക്തിയുടെ അടുത്ത് കാണിച്ചിരിക്കുന്ന അക്രമവും കാര്യങ്ങൾ അതിൻ്റെ വീഡിയോസൊക്കെ നമ്മൾ കണ്ടിരുന്നു ലാസ്റ്റ് ഇട്ട വീഡിയോയിൽ. അപ്പം അത്രയും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്ന ഒരു വ്യക്തിയാണ് തൊട്ടിപ്പുറത്ത് പോയിട്ട് ബാക്കിയുള്ള ആളുകൾക്ക് ഇങ്ങനെ വലിയ സഹായം ചെയ്യുന്നത്. ആ സഹായം ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. പിന്നെ ഈ ഒരു ആഗ്രഹം പ്രകടിപ്പിച്ചേക്കുന്ന ഒരു വ്യക്തിയുടെ കാര്യമാണ് ഞാൻ ആലോചിക്കുന്നത്. ജീവിതം പോലും വഴിമുട്ടി നിൽക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു ഊഞ്ഞാല് വേണം. അപ്പോൾ ഊഞ്ഞാല് ആടുക എന്നുള്ളത് അന്ത്യാഭിലാഷമായിട്ട് കൊണ്ടു നടക്കുന്ന കാര്യമായിരിക്കും. എന്താണെങ്കിലും ആഗ്രഹങ്ങൾ, ഇപ്പം നമുക്ക് പൈസ ഒന്നും ഇല്ല, വലിയ ആഗ്രഹങ്ങൾ ആഗ്രഹിക്കുന്നു, അതിലൊന്നും ഒരു തെറ്റോ കാര്യങ്ങളൊന്നും ഉള്ള കാര്യങ്ങളൊന്നുമല്ല കേട്ടോ. പക്ഷേ നമ്മൾ 3 നേരം ഭക്ഷണം കഴിക്കാൻ കിട്ടുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരാൾക്കൊരു ജോലി പരമായിട്ട് എന്തെങ്കിലും ഒരു ജോലി, അത്യാവശ്യം നല്ലൊരു ജോലി സെറ്റ് ചെയ്ത് കൊടുക്കുകയോ അല്ലെങ്കിൽ തന്നെ സഹായം ചെയ്യുക എന്നൊക്കെ പറയുന്നതൊക്കെ വളരെ നല്ലൊരു കാര്യം തന്നെയാണ്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഊഞ്ഞാല് കൊടുത്തൊരു സഹായം എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് എന്താണ് ഗഫൂർ ഖാൻ ദോസ്ത് ഇതിനകത്ത് എവിടേക്കോ ചില പന്തികേട് പോലെ എനിക്ക് ഫീൽ ചെയ്തു. കാര്യം പുള്ളിക്കാരി ആ ഒരു പുള്ളിയെടുത്ത് വന്ന് സംസാരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. എവിടേക്ക് എനിക്ക് ചില നാടകീയതകൾ ഫീൽ ചെയ്തു. അവർ പറയുന്ന അല്ലെങ്കിൽ അവിടെ നിന്ന് സംസാരിക്കുന്ന കാര്യം ഞാൻ ഇങ്ങോട്ട് വെക്കാം. അവരുടെ ഭാഗം ഞാൻ കുറച്ച് ബ്ലർ ചെയ്യാണ് കേട്ടോ. എൻ്റെ മക്കൾക്ക് തന്നതിന് ഈ പ്രായത്ത് ഇതൊക്കെ കളിച്ച് കളഞ്ഞ ആരും അടുത്തൂട്ടി പോയിരിക്കുമ്പോൾ അവരെ ഇറക്കി വിട്ടു പറഞ്ഞിട്ട് എൻ്റെ മക്കൾ വന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വീഡിയോ അമ്മ വേണം പറഞ്ഞു, ഞങ്ങൾ എനിക്ക് പറ്റില്ല വേണ്ട പറഞ്ഞു. പിന്നെ കസുകൊണ്ട് സങ്കടപ്പെടണ്ട, കാരണം നമുക്ക് നമ്മളെ കഴിയുന്നത് നമ്മൾ ചെയ്യും. അതാണ് ഇപ്പോൾ പറയാനുള്ളത്. എനിക്ക് ഫസ്റ്റ് ഇത് അവരുടെ അഭിനയമാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ 2 കൂട്ടരുടെ അഭിനയമാണെന്നുണ്ടെങ്കിൽ ഈ 2 കൂട്ടർക്കും നമ്മുടെ ഗഫൂർ ഖാൻ ദോസ്തിന് കാര്യത്തേക്ക് ഓസ്കാർ കൊടുക്കേണ്ടുന്നൊരു കാര്യം തന്നെയാണ്. പിന്നെ പുള്ളിക്കാരുടെ ഒരു സങ്കടം എന്ന് പറയുമ്പോഴത്തേക്കിനിടെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ഒരാൾ ആഗ്രഹിക്കുന്ന ഒരു സാധനമാണ് ഇത്. ഊഞ്ഞാല് ഊഞ്ഞാലാടുക എന്നൊക്കെ എനിക്ക് മനസ്സിലാകുന്നില്ല, എനിക്ക് അറിയത്തില്ല. ഞാൻ അങ്ങനെ ആരും വേറെ ഇതിനു മുമ്പ് കണ്ടിട്ടില്ല. ചിലപ്പോൾ എൻ്റെ കുഴപ്പമായിരിക്കും, ഞാൻ മനസ്സിലാക്കുന്നതിൻ്റെയൊക്കെ അല്ലെങ്കിൽ എൻ്റെ ചിന്താഗതിയുടെ എന്തെങ്കിലും കുഴപ്പമായിരിക്കും. എനിക്കിത് കണ്ടിട്ട് ഉള്ള കാര്യം പറയാം, ഭയങ്കര പക്കാ സ്ക്രിപ്റ്റായിട്ട് അല്ലെങ്കിൽ ഒരു നാടകീയത ഉള്ള കുറച്ച് സാധനമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ചിലപ്പോൾ ഒരു ജനുവനായിട്ട് വന്നതായിരിക്കാം. പക്ഷെ അങ്ങനെ മനസ്സറിഞ്ഞ് സഹായം ചെയ്ത ആളാണെങ്കിൽ കൂടി, ആ ഒരു ദുഃഖം കണ്ടിട്ടാണെങ്കിൽ കൂടി, സ്വന്തം മക്കളുടെ മുന്നിൽ ആ മക്കൾക്ക് ട്രോമയും കൊടുത്ത് അവരുടെ മുന്നിൽ ഇത്രയും വീട്ടിൽ ഇത്രയും അടിയും വഴക്കും അടിനാശം വെള്ളപ്പൊക്കം ഒക്കെ ഉണ്ടാക്കിയിട്ട് പുള്ളി ഇപ്പുറത്ത് വന്നിട്ട് നന്മ അടിച്ചിട്ട് എന്ത് കാര്യം ഇല്ല, എന്ത് കാര്യം? ഇപ്പൊ ആൾക്കാരുടെ മുന്നിൽ ഞാൻ ക്ലീൻ ആണ്, നീറ്റ് ആൻഡ് ക്ലീൻ ആണെന്ന് കാണിക്കാൻ വേണ്ടിയാ. ഇനി അത് കഴിഞ്ഞ് കുറച്ച് കാര്യം പറയുന്നുണ്ട്. ഒരുപാട് ആൾക്കാർ കമന്റ്സ് ചോദിച്ചിട്ടുണ്ട്, ഈ വീട് മക്കൾക്ക് കൊടുത്തുകൂടെ, എന്തിനാ വിൽക്കുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ ഞാൻ ഒരിക്കലും എന്റെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ഈ വീട് വിൽക്കുന്നത്. സെൽഹാനോട് സമ്മതത്തോടെ, സെൽഹാനോട് ചോദിച്ച സമ്മതത്തോടെയാണ് ഈ വീട് വിൽക്കുന്നത്. വീട് വിൽക്കുന്നതിന് പ്രത്യേകം ഇങ്ങനെ വീട് ഞാൻ ഇവിടെ പോയി കഴിഞ്ഞാൽ ഈ വീട് ഇങ്ങനെ ഇടാൻ പറ്റില്ല, ഇട്ട് കഴിഞ്ഞാൽ കേട് വന്നു പോകും, വാടക കൊടുത്താലും ശരിക്കും നോക്കിയൊന്നും വരില്ല. അതുകൊണ്ടൊക്കെയാണ് വിൽക്കുന്നതിന് വേറെ പ്രത്യേക കാരണം. നമ്മള് 20 സെന്റ് സ്ഥലം സെൽഹ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു തൊട്ടപ്പുറത്ത്. അപ്പൊ ആ സ്ഥലത്ത് വീട് കെട്ടും വേണം. അപ്പൊ അതിനൊക്കെ ക്യാഷ് വേണ്ട. അപ്പൊ ഇത് വിറ്റ് കഴിഞ്ഞാൽ ആ ക്യാഷ് അതിന് തന്നെ ഉപയോഗിക്കാം. അപ്പൊ അതൊക്കെ മക്കൾക്ക് തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. പിന്നെ ചെലവിന് കൊടുക്കുന്ന കാര്യത്തിനെ കുറിച്ച് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചെലവ് ഞാൻ തന്നെയാണ് കൊടുക്കുന്നത്, ഫുൾ ചെലവ്, എല്ലാ സാധനങ്ങളും എല്ലാം ഞാൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട്. അത് പോരാത്തതിന്
ഫീസ് എല്ലാം അത് ലൈഫ് ടൈം എൻ്റെ ഉത്തരവാദിത്തമാണ്, ഞാൻ ഒരിക്കലും മാറ്റില്ല, അതെന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടൊന്നും അങ്ങനെ വേവലാതി ചെയ്യുന്നില്ല എന്ന് വിചാരിക്കേണ്ട, എല്ലാം ചെയ്യുന്നുണ്ട്. എവിടെ ചെയ്തത് നിങ്ങള്? ഞാൻ എൻ്റെ ലാസ്റ്റ് ഇട്ട ആ വീഡിയോ കണ്ടിട്ടുള്ള ആൾക്കാർക്കറിയാം, ഒരു പണിക്കും പോകത്തില്ല ഇയാള്. ഒരു പണിക്കും പോകത്തില്ല. സൽഹ പുള്ളിക്കാരിക്ക് പുറത്ത് എന്തെങ്കിലും സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കുക, ഇങ്ങനത്തെ കുറച്ച് പരിപാടി അല്ലാതെ പുള്ളി അവിടെ എന്ത് ചെയ്യുന്നത്? പുള്ളിയുടെ ബാക്കി എന്തെങ്കിലും വിരുന്നിനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോഴത്തേക്കിനും അവരുടെ മുന്നേ ഇയാളുടെ വില പോകാണ്ടിരിക്കാൻ വേണ്ടി പുള്ളിക്കാരി സ്വന്തം കയ്യിലും കഴുത്തിലൊക്കെ ഇരിക്കണ സ്വർണ്ണമൊക്കെ ഊരി കൊടുത്തിട്ടാണ് പല കാര്യങ്ങളും പലർക്കും ചെയ്തിരിക്കുന്നത്, ഇങ്ങേറെ വില കാക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് പുള്ളി ഇവിടെ എന്താണ് ചെയ്തത്? പുള്ളിനെ പറ്റിയിട്ട് വേറെ കുറച്ച് സാധനങ്ങൾ പുറത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. പുള്ളി വീട്ടില് കുറച്ച് അടിനാശം വെള്ളപ്പൊക്കം ഉണ്ടാക്കിയിരിക്കുന്ന വേറെ കുറച്ച് സീൻ്റെ കാര്യങ്ങളൊക്കെ അത് പ്രോപ്പറായിട്ട് പറയേണ്ടുന്ന ആളുകൾ തന്നെ ഒന്ന് പറയട്ടെ എന്ന് വിചാരിച്ച് നമ്മളും അതിനെപ്പറ്റി കൂടുതലായിട്ട് പറയുന്നില്ല. എന്താണെങ്കിലും എൻ്റെ ഗഫൂർ കാദോസ്തേ അതിൽ പറയാനുള്ള കാര്യം, എനിക്ക് വരുമാനത്തിന് വേണ്ടിയല്ല യൂട്യൂബ് വന്നിരിക്കുന്നത്. പ്രത്യേകിച്ച് എനിക്ക് 4-5 ഷോപ്പ് സ്റ്റേഡിയത്തിലുണ്ട്, അത്യാവശ്യം നല്ല വരുമാനം ഉണ്ട് അൽഹംദുലില്ലാ. പിന്നെ കടങ്ങളൊന്നുമില്ല, കടങ്ങൾ ഉണ്ടായിരുന്നു വീടിൻ്റെ സൽഹ വീട്ടുകാരെന്ന് നിങ്ങൾക്ക് അറിയാം. പിന്നെ പ്രത്യേകിച്ച് വേറെ കടങ്ങളൊന്നുമില്ല, അത്യാവശ്യം നല്ല വരുമാനമുണ്ട്. പിന്നെ ഈ യൂട്യൂബിൽ അത്യാവശ്യം നമുക്ക് വണ്ടി ഈ ഊഞ്ഞാല് അങ്ങനത്തെ സാധനങ്ങളൊക്കെ വിൽക്കുക എന്നുള്ള കൂടി ഉദ്ദേശത്തോടെയാണ് വന്നിരിക്കുന്നത്, വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, ഈ ഊഞ്ഞാല് വിറ്റു അല്ലെങ്കിൽ ഊഞ്ഞാല് ഫ്രീ ആയിട്ട് കൊടുത്ത് ചാരിറ്റി ചെയ്തു എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന്, അല്ല ഇതൊക്കെ ആരാ വാങ്ങിച്ചേക്കുന്നത്? നിങ്ങളല്ലല്ലോ. അവിടെ പുള്ളിക്കാരി പ്രഗ്നന്റ് ആയിട്ട് കിടക്കുന്ന ടൈമിൽ പോലും ഇത് ഈ വെള്ളം കരക്കടിപ്പിക്കണമെന്ന് വെച്ചുകൊണ്ട് പുള്ളിക്കാരി ആ ഹെൽത്ത് കണ്ടീഷൻ പോലും നോക്കാതെ അങ്ങനെ പട്ടിപ്പണി എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ സംസാരിച്ചിരുന്നു. അപ്പം വെറൈറ്റി മീഡിയയിൽ ആ ഒരു ഇന്റർവ്യൂ വന്ന് പുള്ളിക്കാരി വന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് ഇങ്ങേരെ ഒരു പണിയും ചെയ്യുന്നില്ല എന്ന് പുള്ളി തന്നെ വന്ന് സമ്മതിക്കുന്നുണ്ട് അതിനകത്തൊക്കെ. ഓക്കെ, അങ്ങനെ പട്ടിപ്പണിയെടുത്ത് ഉണ്ടാക്കിയേക്കുന്ന അല്ലെങ്കിൽ ആ പൈസ ഉണ്ടാക്കിയേക്കുന്ന സാധനങ്ങളാണ് ഇതൊക്കെ. ഇതാണ് പുള്ളി മറ്റേ വലിയ മഹത്വം കാണിച്ചിട്ടാണ് ചാരിറ്റി പോലെ ആൾക്കാർക്ക് വിറ്റിട്ട് ഈ ഡയലോഗ് അടിക്കുന്നത്, എന്നിട്ട് വീട്ടുകാരെ കൊടുക്കുന്നുണ്ട്. ഈ സൽഹ പുള്ളിക്കാരി തന്നെ പറഞ്ഞല്ലോ, നിങ്ങൾ ഈ സാധനങ്ങളെ നോക്കി നടക്കിയിട്ട് 1 രൂപ പോലും നമുക്ക് കൊണ്ട് തരുന്നില്ല, കൊണ്ട് തരുന്നെങ്കിൽ തരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ 1 രൂപ പോലും കൊടുക്കണില്ല അവിടെ. പിന്നെ എനിക്ക് വേറെ പറയാനുള്ളത് റിയാക്ഷൻകാരോടാണ്. റിയാക്ഷൻ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, നല്ല കാര്യം തന്നെയാണ്. റിയാക്ഷൻ നെഗറ്റീവ് കമന്റ് ഒക്കെ നമ്മൾ യോജിക്കുന്നു, അതിലൊന്നും യാതൊരു വിധ തർക്കവുമില്ല. പക്ഷെ അറിയാത്ത കാര്യങ്ങൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നമ്മൾ എന്തെങ്കിലും ഇടും, അത് സ്വാഭാവികം. ക്ലിക്ക് ബൈറ്റ് കിട്ടിയാലേ വീഡിയോ പോകുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അതിനുള്ളിൽ കയറി കഴിഞ്ഞാൽ ഞാനും സലിയ ഒരിക്കലും ഡിവോഴ്സ് ആയി എവിടെ സലിയ പോലും പറഞ്ഞിട്ടില്ല, ആരും പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾ പറയുക? സെപ്പറേറ്റ് ആയിരുന്നു പറഞ്ഞിട്ടുള്ളൂ, അതേ പറയുള്ളൂ. പക്ഷെ ഇല്ലാത്ത കാര്യങ്ങൾ നുണ പറയുമ്പോൾ നിങ്ങളുടെ അത് റിയാക്ഷൻ ചെയ്യുന്ന മറ്റുള്ളവരുടെ ക്വാളിറ്റിയാണ് അതിൽ ബാധിക്കുക. നുണ പറയുന്നതുകൊണ്ട് ആ ക്വാളിറ്റി ബാധിക്കും. പുള്ളിക്കാരി സെപ്പറേറ്റഡ് ആയി എന്നുള്ള സാധനം തന്നെയാണ് പറഞ്ഞേക്കുന്നത്. അത് കേൾക്കുമ്പോൾ നമ്മളെല്ലാവരും ഞാൻ വിചാരിച്ച കാര്യങ്ങൾ ഡിവോഴ്സ്ഡ് ആയി എന്നുള്ള കാര്യമാണ്. ഇപ്പം ഡിവോഴ്സ്ഡ് ആയാലും ഡിവോഴ്സ്ഡ് അല്ലെങ്കിലും രണ്ടുപേരും ഇപ്പോൾ പിരിഞ്ഞ് താമസിക്കുകയാണ്, ഒരുമിച്ച് പോകാത്ത തന്നെയാണ് ഞാൻ ഇതുവരെ കണ്ടതിൽ എനിക്ക് തോന്നിയിരിക്കുന്നത്. കാര്യം എന്ന് വെച്ചാൽ പുള്ളിക്കാരി ഭയങ്കര എന്താ പറയുക, മുന്നോട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ചെയ്യണമെന്നൊക്കെ വിചാരിക്കുന്ന അത്ര ഇതായിട്ടുള്ളൊരു വ്യക്തിയാണ്. അത്രയും അടിപൊളിയായിട്ടൊരു അമ്മയാണ്, 5 മക്കളെ കിടിലായിട്ട് നോക്കുന്ന ഒരു അമ്മ തന്നെ, കിടിലൊരു അമ്മ തന്നെയാണ്. അപ്പം ആ ഒരു ലേഡി ഇത്രയും കഷ്ടപ്പെട്ട് കാര്യങ്ങൾ കരക്കടിപ്പിച്ചാൽ നോക്കുമ്പോഴത്തേക്കിനും അതിൻ്റെ ഇടയ്ക്ക് പോലും പുള്ളിക്കാരി പ്രഗ്നൻ്റ് ആയിട്ട് വയ്യാണ്ടിരിക്കുന്ന സമയത്ത് പോലും ഇത്രയും പട്ടിപ്പണി എടുത്ത ടൈമിൽ പോലും പുള്ളി ആ കടങ്ങൾ തീർക്കുന്ന സാധനങ്ങൾ പറഞ്ഞപ്പോൾ പുള്ളി അതിൻ്റെ ഇടയ്ക്ക് വേണ്ട, അത് വേണ്ട, നമുക്ക് ഇത്രയും പൈസ ഇല്ല, നമുക്ക് വേറെ എന്തെങ്കിലും ചെയ്യുന്ന പറഞ്ഞാൽ അങ്ങനെ ഡൈവേർട്ട് പോയേക്കുന്ന ഒരു മനുഷ്യനെ ഇവിടെ നീ ഡയലോഗ് അടിക്കുന്നത്. ഓക്കെ, ഈ പുള്ളി റെഡ് ഫ്ലാഗ് ആണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ സംസാരിച്ചിരുന്നത്. അതുപോലത്തുള്ള കുറെ കാര്യങ്ങൾ പുള്ളി അവിടെ കാണിച്ചു വിട്ടിട്ടുണ്ടായിരുന്നു. കമന്റ്സ് ഇടുമ്പോൾ വളരെ നോക്കി കണ്ടൊക്കെ ഇടുക. കാരണം നെഗറ്റീവ് കമന്റ്സ് നമ്മുടെ എനർജി. എന്നാലും ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോഴാണ് അത് ബുദ്ധിമുട്ട്. ഇല്ലാത്ത കാര്യം ഉള്ള കാര്യം പറയുന്നതുകൊണ്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. ഇല്ലാത്ത കാര്യം പറയുമ്പോഴാണ് അതൊരു തിരിച്ചടിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് പറയാനുള്ള ഇതൊക്കെ വരുത്തുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്ര മാത്രമാണ്. അപ്പോ അടുത്ത നല്ല ഓഫറുമായിട്ട് പുള്ളി ഇവിടെ ഭയങ്കര മാസമായിട്ട് ഈ കടങ്ങളൊക്കെ തീർത്ത കടങ്ങളൊന്നുമില്ല ഇങ്ങനെ കുറച്ച് ഡയലോഗ് അടിക്കുമ്പോഴേ ഈ കടവും കാര്യങ്ങളൊക്കെ തീർത്തേക്കുന്നത് ആരാണ്? സൽഹ പുള്ളിക്കാരി തന്നെയല്ലേ ഈ പറയുന്ന കടങ്ങളും ഇതെല്ലാം പട്ടിപ്പണിയെടുത്ത് തീർത്തേക്കുന്നത്. എന്നിട്ട് അവർ തന്നെ വാങ്ങിച്ചിട്ടേക്കുന്ന ഈ ചെയർസൊക്കെ ഈ ഊഞ്ഞാലൊക്കെ ആണെങ്കിൽ കൊണ്ട് വിറ്റിട്ട് അല്ലെങ്കിൽ ഫ്രീ ആയിട്ടൊക്കെ ചാരിറ്റി ചെയ്ത് കൊടുത്തെന്ന് പറയുമ്പോൾ പുള്ളിക്ക് അവിടെ ഒരു അധ്വാനം പോലും ഇല്ല. ഓക്കെ, പുള്ളി എൻ്റെ പുറത്തൊക്കെ പോകാന്ന് പറയുമ്പോഴത്തേക്കിന് കാര്യം എന്തോ, പുള്ളിക്ക് ഇനിയിപ്പം സൽഹ പുള്ളിക്കാരിയായിട്ട് പിരിഞ്ഞല്ലോ, ഇനിയിപ്പോൾ പുള്ളിക്കാരി നോക്കില്ല. ഇത്രയും നാളും പുള്ളിക്കാരിയാണ് നോക്കിക്കൊണ്ടിരുന്നത്. ഹൗസ് ഹസ്ബൻഡ് ആയിട്ട് പുള്ളി അവിടെ ഇരിക്കുകയാണ്. ഇനി ഈ കമന്റ് ബോക്സിൽ ആൾക്കാർ പറയുമ്പോൾ ഈ വീഡിയോയുടെ കമന്റ് ഞാൻ കുറച്ച് വായിക്കാം. സ്വന്തം ഭാര്യയും മക്കളെയും നന്നായി നോക്കിയിട്ട് വേണം മറ്റുള്ളവരെ കണ്ണീരൊപ്പാൻ. ഫുഡില്ലാഞ്ഞിട്ട് കരയാണെങ്കിലും ഒക്കെ ഇത് ഊഞ്ഞാലില്ലാഞ്ഞിട്ട് കരയുന്നു. സത്യയുടെ ഊഞ്ഞാലില്ലാത്തതിൻ്റെ പേരിൽ അവിടെ കടന്ന് കരഞ്ഞ് അതും ജീവിതം വഴിമുട്ടി നിൽക്കുന്ന ആൾക്കാർ ഊഞ്ഞാലിൻ്റെ പേരിലാണോ കരയുന്നത്? എനിക്കറിയത്തില്ല, ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ ഒരാളെ കാണുന്നത് കേട്ടോ. പിന്നെ നന്മമരമാണെന്ന് തെളിയിക്കാനുള്ളൊരു വെപ്രാളം. ഇനി എത്ര താത്തമാർ വരാൻ കിടക്കുന്നു, കാണുന്നവർ പൊട്ടന്മാരല്ല. ഇയാളൊരു സൈക്കോ ആണെന്നൊരു സംശയം, വല്ലാത്തൊരു വശപ്പിശക്, ഇത് ഇവർ തമ്മിലുള്ള ഒത്തുകളിയാണ്. അങ്ങനെയുള്ള കുറച്ചധികം കമൻറ്റ്സ് കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുക.
ഇവിടെ ഗഫൂർക്ക ദോസ്ത് ഇനി കുറച്ച് ദിവസങ്ങളോടെ അല്ലെങ്കിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഇനി അടുത്തൊരു താത്തമാരെ കൊണ്ടുവന്നിട്ട് കണ്ടില്ലേ ഞാൻ ഇത്ര ഷെയർ അവർക്ക് ഇങ്ങനെ ചാരിറ്റി ആയിട്ട് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് വീമ്പിളക്കുമ്പോഴത്തേക്കിന് കുട്ടികളുടെ മുന്നിൽ വെച്ചിട്ട് ഇങ്ങനെ അവിടെ കിടന്ന് പ്രശ്നം ഉണ്ടാകുന്ന ഈ കസരയൊക്കെ ചവിട്ടി പൊട്ടിക്കുന്ന വിഷ്വൽസ് നമ്മൾ കണ്ടതാണ്. പിന്നെ ഇതിനകത്ത് പുള്ളി അവിടെ എന്ത് എക്സ്പ്ലനേഷൻ ആണ് നിങ്ങൾക്ക് അതിനകത്ത് പറയാനുള്ളത്? ഇനി എന്തൊക്കെ പറഞ്ഞാലും ഒരിക്കലും ശരിയായിട്ടുള്ള നടപടി കാര്യങ്ങളൊന്നുമല്ല. പിന്നെ ഈ വ്യക്തിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ ഇനി പ്രോപ്പറായിട്ടുള്ള ആളുകൾ തന്നെ പുറത്തോട്ട് വന്ന് പറയട്ടെ, അപ്പം അതിനെപ്പറ്റിയിട്ട് നമുക്ക് സംസാരിക്കാം. പിന്നെ ഇതൊക്കെ പബ്ലിക്കിൽ നിങ്ങൾ ഓരോന്നൊക്കെ കൊണ്ടിടുമ്പോൾ ആലോചിക്കണം ഇതൊക്കെ ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, പിന്നെ നിങ്ങൾ എന്തിനാ അത് സംസാരിക്കുന്നത്, അങ്ങനെ പറയേണ്ട കാര്യമാണ് അത് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതൊക്കെ കണ്ടന്റ് ആണ്, എല്ലാവർക്കും കണ്ടന്റ് ആണ്, അത്ര മാത്രമല്ല. എത്ര കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നുന്നത് തീർച്ചയായും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി.